So finally, എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എത്തി. ഒക്ടോബർ 4-ാം തീയതിയാണ്. ഇത് ഞങ്ങൾ രാവിലെ എഞ്ചിന് കാണാൻ പോകുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് നമ്മുടെ അക്ബറിന്റെ മോന് വേണ്ടിയിട്ട് അക്ബർ പണിത ഒരു സിറ്റിയാണ്. അക്ബർ എന്ന് പറയുന്നത് മുഗൾ കിങ്ഡത്തിലെ 3ാമത്തെ രാജാവാണ്. ലൈക്ക് ആഫ്റ്റർ ബാർബർ ആണ് ആദ്യത്തെ രാജാവ്. ബാർബർ കഴിഞ്ഞിട്ട് 2ാമത്തെ ആരുണ്ട്, അയാളുടെ ഗ്രാൻഡ് സൺ ആണ് അക്ബർ. അപ്പൊ അക്ബറിന് 3 ഭാര്യമാരുണ്ട്. 3 ഭാര്യമാരിലെ ഒരാള് ക്രിസ്ത്യൻ, ഒരാള് ഹിന്ദു, ഒരാള് മുസ്ലിം. അപ്പൊ അങ്ങനെ 3 ഭാര്യമാരുണ്ട് അക്ബറിന്. അതില് ഹിന്ദു എന്ന് പറയുന്ന ആളാണ് ജോധാബായി, ജോധാ അക്ബർ ഫിലിമിലെ ആ കഥ. അപ്പം അത് ജയ്പൂരിലെ പ്രിൻസസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ മാരേജ് ചെയ്തിട്ടാണ് ജോധാബായിനെ ആണ് ഹിന്ദു വൈഫ്. അപ്പം അക്ബറിന് കുറെ കാലം പിള്ളേരുണ്ടായിരുന്നില്ല. പിന്നെ ഏതോ ഒരു പണ്ഡിറ്റ് ഗുരുജി വന്നിട്ട് ബ്ലസ് ചെയ്തിട്ട് ജോധാബായിക്ക് ഒരു കുട്ടി ഉണ്ടായി. അതാണ് ജഹാംഗീർ. അപ്പൊ ജഹാംഗീറിന് വേണ്ടി പണിത സിറ്റിയാണ് ഫത്തേപൂർ സിക്രി. അപ്പൊ അതാണ് കാണാൻ പോകുന്നത്. Two separate kitchen. On the small room, little one is called halal kitchen, non-vegetarian, for mutton chicken. And this one, the kitchen for Jodhabai, Hindu wife, for vegetarian. One side mutton chicken, other side idli dosa. सांसों में बड़ी बेकरारी, आंखों में कई रत जगे, कभी कहीं लग जाए दिल तो. Akbar make all 3 wives a separate palace and different sides of the house. Muslim wife for the small palace, Christian wife for the medium, and a Hindu wife for a big one. The Hindu lucky lady for one giving the child, so big palace for her. And that double-story palace for the king, the palace of Akbar. And the pond. And this is the place for Tansen. Tansen, one of the 9, the great musician. He sits in the middle for Sangeet, and the royal family sit in the balcony there to watch him. कहने को जश्न बहारा है, इश्क ये देख के हैरा है, कहने को जश्न बहारा है. ഹലോ, ഞങ്ങളിപ്പോ താജ്മഹലിലേക്ക് പോവാണ് കേട്ടോ. താജ്മഹലിലേക്ക് പോവാണ്. എന്റെ ഭയങ്കര ആഗ്രഹമാണ്, എപ്പോ തൊട്ട് ചെറുപ്പത്തിൽ തൊട്ടുള്ള ആഗ്രഹമാണ്. നമ്മുടെ ഇന്ത്യയിലെ ആകെയുള്ളൊരു ലോകാത്ഭുതമാണല്ലോ, അത് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നാണ് നടക്കാൻ പോകുന്നത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ താജ്മഹലിന്റെ ഈസ്റ്റ് എൻട്രൻസ് ആണ്. ഈസ്റ്റ് എൻട്രൻസ് ഇത് VIP ഗേറ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ട്രാവലർ ഞങ്ങൾ ഈ ഗേറ്റ് കൂടെ കൊണ്ടുപോകണം. So finally, എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എത്തി. ദിസ് ഈസ് ദി താജ്മഹൽ. ഞങ്ങളിപ്പോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഭയങ്കര വാശിയാണ്, ഉറക്കം വന്നിട്ട് കരച്ചിലാണ്. മിക്കവാറും എന്റെ താജ്മഹൽ ആനന്ദം കൊളാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഉറങ്ങാം. വെയിറ്റ്. എന്താ ഭംഗി. ഞങ്ങളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കയറിയില്ല, മെയിൻ എൻട്രൻസിന്റെ ഉള്ളിൽ കൂടെ കയറിയില്ല. പിള്ളേര് ഭയങ്കരമായിട്ട് തളർന്ന് ഉറങ്ങി. കാരണം ഒരാള് ഭയങ്കര വയ്യാതെയായി, ശരിക്കും ഈവൻ ഞങ്ങൾക്കും വയ്യാതെയായി. കാരണം ഭയങ്കര ചൂടാണ്. എന്നാലും ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ, അതായത് ലൈക്ക് ഒറിജിനൽ ഷാജഹാന്റെ ഒക്കെ സമാധി അതിന്റെ ഏറ്റവും താഴെയാണ്. അതിന്റെ മുകളിലൊരു ഡ്യൂപ്ലിക്കേറ്റ് സമാധി ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പൊ അത്രേ ഉള്ളൂ.
കയറുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര മനസ്സാമെന്ന് തോന്നിയിട്ട് ഇപ്പൊ ഞാൻ താജ്മഹലിനുള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതിനപ്പുറത്താണ് യമുന നദി. ഈ കാണുന്നതാണ് യമുന നദി. യമുന നദിയുടെ തൊട്ടടുത്താണ് ഈ താജ്മഹൽ. ഇതാണ് ബ്ലാക്ക് താജ്മഹലിന്റെ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. താജ്മഹൽ വൈറ്റ് താജ്മഹൽ പണിതത് ലവിന്റെ പ്രതീകമായിട്ടും ബ്ലാക്ക് താജ്മഹൽ പണിയാൻ ഉദ്ദേശിച്ചിരുന്നു ഒരു സോറോന്റെ പ്രതീകമായിട്ടും. പക്ഷെ അയാളുടെ മോൻ ഇത് ആക്ച്വലി ഇതിന് കുറെ കോടിക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ മോനത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇത് ആൾക്കാരുടെ പൈസ എടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനെ ജയിലടച്ചു. അങ്ങനെയാണ് ഷാജഹാൻ ജയിലായെന്നാണ് ഗൈഡ് പറയുന്നത്. സോ പുറത്ത് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ പുറത്ത് എത്ര ചൂടുണ്ടായിട്ടും അതിനുള്ള ഭയങ്കര AC-യുടെ എഫക്റ്റ് ആയിരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മുടെ യമുനയിൽ വരുന്ന കാറ്റ് നല്ലോണം ഉണ്ട്. നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ ആക്ച്വലി. പക്ഷെ ഫ്രണ്ടിലാണ് ഭയങ്കര വെയിലുള്ളത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വിശ്രമിക്കുകയാണ് കിടന്നിട്ടൊക്കെ. നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. സോ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലും കയറി പോയില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു പൊക്കോ. അങ്ങനെ കയറി. ഓക്കെ.